ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ നിൽക്കുന്നത് റായ്ഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. റായ്ഗഡ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ഒരു കോട്ടയാണിത്. ഒരു മെമ്മോറിയലാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് പോണത്. റോപ്പ് കയറിയിട്ട് വേണം പോകാൻ. അതെ കുഞ്ചു, ഹായ് ബോലോ കുഞ്ചു, ഹായ് ബോലോ. ഫുള്ള് ഹിന്ദിയാണ് ഇനിയിപ്പോൾ അല്ലേ? കുഞ്ചുള്ള മക്കളെ രക്ഷപ്പെടണേ. ഹിന്ദി നോക്കിയേ, ബോലോ ബോലോ ബയ്യ ബോലോ, ഈ കളിയാണ് ജി. അപ്പോൾ നമ്മൾ ആ റായ്ക്കോട്ടേക്കാണ് പോണേ. വണ്ടി സെറ്റ് ചെയ്ത് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നേരെ റായ്ഗഡ് ഫോർട്ട് ആൻഡ് റോപ്പ് ലക്ഷ്യമാക്കി. ഓക്കെ, റായ്ഗഡ് ഫോർട്ട് കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ റൂം എടുത്തോട്ടോ, ചീപ്പാണ്. അത് മാത്രമല്ല സർവീസും അടിപൊളിയാണ്. അതെ, അതിൻ്റെ ആ മലയുടെ മുകളിലായിട്ട് വരും ഗൈസ് റായ്ഗഡ് ഫോർട്ട്. ആ മല നിങ്ങൾക്ക് വിസിബിൾ ആണോന്ന് എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. വരുന്ന വണ്ടിക്ക് നോക്കിയാൽ കേരളത്തിൽ കാണാൻ കിട്ടും ഇപ്പോൾ. എന്നിട്ട് എൻ്റെ പേരുടെ മെറ്റഡോറാ, മിനി ഡോർ. ഈ സാധനമൊക്കെ പണ്ട് നടന്നിട്ട കേരളത്തിൽ. ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് തോന്നുന്നു ഈ വണ്ടിയിൽ. കേരളത്തിൽ അന്യം നിന്ന് പോയി വണ്ടിയാണൊക്കെ. അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, ടാക്സി ആയിട്ട്. ഒരു ജാതി സ്ഥലം ഇഷ്ടോ നോക്കി നിങ്ങൾ. വീടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു റോഡ് ഇങ്ങനെ പണിതിട്ടുണ്ട്. അപ്പുറത്തെ കുറേ മലകൾ. മനുഷ്യന്മാരായിട്ടുള്ള നമ്മുടെ അടുത്തെ പോലത്തെ ഒരു സെറ്റപ്പല്ല. നമ്മുടെ അടുത്തേ നല്ല ജനവാസ മേഖല അല്ല. ദാറ്റ്സ് ഐ മീൻ. ഓക്കെ, കുറച്ച് ചെറിയൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് വേണം അതിൻ്റെ ടോപ്പിലേക്ക് നമ്മളെത്താൻ. അയ്യോ, പൊട്ടിപ്പടലേഷ്. എൻ്റെ പൊന്നടവ് പണിപ്പാളിയല്ലോ. ടോറസ് മൊത്തം പോയിട്ട് ഇവിടെ പൊടിയടാ. ഹാൻഡിൽ വെട്ടണേ. പൂഴിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ അത് കൂട്ട് ശരിയാണ്. അയ്യോ, പൊടി മാറ്റി. കണ്ണിലൊക്കെ പൊടി കയറിയില്ല ഈശ്വര. കുറച്ച് വെള്ളം ഒഴിച്ചൂടല്ലോ പന്നികൾക്ക്. മിനി ഡോർ. ഇവിടുത്തെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഫുള്ള് ഓടിലാണ്. അല്ലെങ്കിൽ ഹിമാലയ നമ്മൾ നോക്കിയേ പവർ ഡ്രിഫ്റ്റ് കൊടുത്ത് ഈ കോർണർ എടുക്കും. ഫുള്ള് ഓടായതുകൊണ്ടേ വെട്ടുന്ന ഹാൻഡില്. അപ്പം എന്തായാലും ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കകത്ത് ഈസി ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. കുറച്ച് പോർഷനെ ടാറിയാത്തുള്ളൂ കേട്ടോ. പിന്നെ അതേ കോൺക്രീറ്റ് റോഡ് വീണ്ടും തുടങ്ങി. നല്ല റോഡാണ്. പിന്നെ ചെറിയൊരു പോർഷനുള്ളൂ അങ്ങനെ. അതിപ്പോൾ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ടോറു ഇവിടെ ഒറ്റ ടോറസിന് എ സി ഇല്ല. ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് റോപ്പ് വഴിക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി ഗൈസ്. ഇതൊക്കെ ഹിന്ദിയിലാണ് ഗൈസ് എഴുതി വെച്ചിട്ടുള്ളത്. വായിക്കാൻ സീനാ. ഇതാണ് ശിവജി.
ആക്ച്വലി മ്യൂസിയം ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ ശിവജി മഹാരാജാവിൻ്റെ. ഓക്കെ, സ്റ്റെപ്പ് കയറി റോപ്പിലേക്ക് പോകണം. आसाम पुलिस सांगितलं की झटकन जाऊन घेऊन येते लावायचं या तिकीट. ധനുസാനം ധനുസാനം ഫ്രണ്ട്ലി ആയിട്ടിരിക്കില്ല അല്ലേ? കയറിക്ക് കയറിക്ക്. അയ്യോ കേറിയുണ്ട് കൈസ്, നല്ല ഹട്ടാണല്ലോ. അങ്ങനെ നമ്മൾ മെല്ലെ മൂവ് ആയിരിക്കുകയാണ് കൈസ്. അശ്യൂടോ ഒരു പുലിക്കൊക്കെ ഉണ്ട്ടാ. ചെറിയ പേടിയുണ്ട്, ഇല്ല ഞാൻ പറയില്ല. എനിക്ക് ഇങ്ങനത്തെ ഹൈറ്റ് ഒക്കെ അവിടെ വേറെ കൂടാലോ. പടച്ചോര് പുലിക്കൊക്കെ ആട്ടാ ഭയങ്കര ശിവറി. വിട്ടുമോനെ നമ്മള് മോളിക്ക് ഇത് പേടിയാവുണ്ട് മക്കളെ. എനിക്കിങ്ങനെ ഹൈറ്റ് പേടിയടാ. അശോ പൊളിക്കൊന്നും നോക്കാൻ പറ്റില്ലടാ. പണ്ടി പാല് വെള്ളത്തിൽ കിട്ടി. എന്റെ മുഖത്തറിയുണ്ടാവും അത്. പൊളിക്കൊക്കെ നോക്കുമ്പോ പിടിച്ചൊക്കെ പണി. അശോ എല്ലാവരും ഒച്ചിമേളൊക്കെ നിന്നുട്ടോ. ഹായ് ബോലോ. Hi. Hi. I am from Karnataka. We are from Kerala. I know that. Yeah. So which place? Kerala? Trishur. Trishur. Yeah. You know Guruvayur? I have visited all 14 districts of Kerala. Ah. Yes. All 14 districts. Yeah, from Kasaragod to Thiruvananthapuram. Oh, nice, nice, nice. I am a regular trekker. Ah, okay, 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 okay. I'm from Trishur actually. Trishur. Yeah. It's a different dialect of Malayalam. Yeah. പുള്ളി കേരളം മൊത്തം അടിച്ചിട്ടുണ്ടാ. കേരള ആള് ട്രക്ക് ഡ്രൈവറാണ്. 14 സ്റ്റേറ്റ് ആള് പോയിട്ടുണ്ടെന്ന് പറയണേ. Yes, yes. ആള് ഫ്രം മഹാരാഷ്ട്ര ആണ്. No, I am from Karnataka. കർണാടക. Okay. He's from Karnataka guys. Okay. My name Amit Joshi. Amit Joshi. Yes. Okay. I am from North Karnataka. Okay. My name is Akshay. Akshay. Yeah. Hi. Nidish. നോക്കി കിളി പോട്ടോ. ഇത് നല്ല വൈബ്രേഷൻ ഉണ്ട് കൈസ്. എനിക്ക് പേടിയുണ്ട്. You came in a group? No. Any group? Huh? You came in a group? No. We are only two? Yeah. We are in all India ride. Yeah. Shoot, അത് ഭയങ്കര സ്റ്റീപ്പായി തുടങ്ങിട്ടോ. എന്റെ ക്യാമറ കയ്യിൽ നിന്ന് പോകുന്നൊരു പേടിയുണ്ട്. എന്റെ കൈ വരച്ചിട്ട്. അതെ സീരിയസ് ആയിട്ട് പറഞ്ഞ പേടിയുണ്ട്. പയ്യൊക്കെ ഇട്ടിച്ചടിരിക്കണേ. പക്ഷേ വൈബ്രേഷന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ നിങ്ങൾക്ക് കേട്ടോ. മരിക്കുന്നുള്ള ഉറപ്പാ. പക്ഷേ ശരിയാണോടാ കുഞ്ചു? മരിക്കുന്നില്ല. ब्लॉगर है, बिगिनर है. तो हुआ तो मुझे वो वीडियो भेज दीजिए, नहीं तो शेयर कर दीजिए यूट्यूब में. ठीक है. പണിയാവുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയായിട്ടോ. താഴ്ത്തിയൊന്നും നോക്കാൻ പറ്റണല്ലോ. വൈബ്രേറ്റ് ശരിയാണോടാ കുഞ്ചു? यूट्यूब में क्या नाम है आपका? यूट्यूब में क्या नाम है आपका? Can you say in English? No. What I'm asking you that in
YouTube, what is your name? I want to... Motoholic 390 vlogs. Okay, 1 minute. Yeah. You please share it, okay? Yeah, sure. I will, സീനാട്ടോ ഇത് സീനാ. എന്റെ പൊന്നെ താഴ്ത്തിക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല. എന്നെ പോലെ പേടിയുള്ളവർ ഇതിലേക്ക് വരാൻ നിക്കണ്ട. പണിയാ തിരിച്ച് നടന്നിറങ്ങാനാ പ്ലാൻ. ആ കുഞ്ചു നോക്കിയ ജോതി ധൈര്യാട്ടോ. എനിക്ക് ആ ധൈര്യമില്ല ഗൈസ്. ഒന്ന് അടിച്ചു കൊടുത്തറ Motoholic 390 vlogs ഓടച്ചെക്കാണ്. എനിക്ക് പേടിയായിട്ട് താഴ്ത്തിക്കൊന്നും നോക്കി നിങ്ങൾ സുഹൃത്തുക്കളെ. I will like and subscribe your videos. Thank you. ഓ സമാധാനായി കേട്ടാ. ഭൂമി കണ്ടു ഞാൻ, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലെത്തി. ഞാൻ മെഷർത്തു നോക്കി നിങ്ങൾ എന്റെ കൈ കാര്യത്തില് തെളിവ്. ഇത് സീനാട്ടോ. ഞാൻ മെഷർത്തു ഗൈസ്, പേടിച്ചു. കിളി പോയി എന്റെ. Motoholic, right? Yeah. 390, okay. ഈ ബ്ലോക്ക് ഒന്ന് മാറട്ടെ എന്നെ പറഞ്ഞ. എന്റെ പേടി പോയില്ല. സീനാണ് ഗൈസ്. ഞാനാണെ 2 സൈഡ് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. കിളി പോയി എന്റെ. ഞാൻ ശരിക്കും പേടിച്ചു. എന്റെ കിളി പോയി. പള്ളാറ അവിടെ കാണിച്ചാൽ താഴ്ത്തിക്കാൻ എന്തോരം സ്റ്റീപ്പാണെന്നുള്ളത്. എനിക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പുള്ളിക്കാരൻ. ഓറഞ്ച് ഗൈഡ് ഉണ്ട് കേട്ടോ അവിടെ. कितना 25 रुपए का 25 25 रुपीस 25 1 पर्सन. कितने लोग हैं? 2 50 रुपये. नहीं ड्रोन नहीं. ड्रोन नहीं ओनली स्कैम. एक गाइड लेके जाएंगे तो बोर्ड की जानकारी मिलेगी आपको. किले की जानकारी मिलेगी. गाइड है, गाइड नहीं. ठीक है, थैंक यू. हाउ मच फॉर गाइड? 1000 rupees. 1000? Yeah. Yes, budget friendly travelers. ആയിരം എടുത്തിട്ട് ഗൈഡിന് വാങ്ങിയുള്ള സാഹചര്യം നമുക്കില്ല. വീണ്ടും ടിക്കറ്റ് എടുക്കണം കേട്ടോ. 25 രൂപ ഒരാൾക്ക്. നമ്മളത് മോളിക്ക് ട്രക്ക് മോളിക്ക് സ്റ്റെപ്പ് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇതിന്റെ മുകളിലും ആൾക്കാർ താമസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ലോക്കൽസ് ഇതിന്റെ മുകളിലും താമസം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. കോട്ടയിലല്ല പറയണത്, ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ജനങ്ങൾ ഇവിടെ താമസിക്കണ്ടെന്നാണ് തോന്നണേ. ലോട്ട് ഓഫ് സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ. റോപ്പ് വേല് വന്ന കിളി പോയ എന്റെ കിളി പോലെ. എന്റെ പൊന്നു മക്കളെ, നാട്ടില് മറ്റേ വീലില്ല, ജെയിൻ വീലിൽ കയറിയാലും എനിക്ക് ഇത്ര പേടി വരാറില്ല. പക്ഷെ ഇത് ശീലം കേട്ടോ. അത്രയും ഹൈറ്റിലായതുകൊണ്ടേ കിളി പോയി. ഒന്നും പറയല്ല. आता हे राणी वसा आहे त्याच्या पत्रात तुम्ही बसलात ना ते वाघाचा बछडा शिवाचा छावा. तर या राणीमालाच्या शेजारी जे आहात याला काय म्हणतात? दाशी महाल. अच्छा हो सर. കോട്ട വേറെ തന്നെ സീനാട്ടോ. ഇവിടെ കൂടുതൽ ഗൈഡുകളാ. गाइड वगैरह गाइड ला गाइड उधर क्या है? ये रानी को मेल. ആ രാജാവിന്റെ രാജ്ഞിയുടെ ബെഡ്റൂം. നമുക്ക് നോക്കാം. ശരി, മഴ പെയ്ത് എന്ത് ചെയ്യായിരിക്കും? ഫുൾ ഓപ്പൺ ആണേ. ഓ ഇത്രയും വലിയ കട്ടള. ഏതാ കളി? പോയി നോക്കാം. അന്ധകാലത്തെ രാജാവിന്റെ അപ്പിണല്ലോ. നോക്കി അന്ധകാലം. വലിയ കുഴി, ഇത്ര വലിയ ഡാഷോ. അതൊന്ന് ബാത്റൂം ഗൈസ്, രാജ്ഞിയുടെ ബാത്റൂമാണത്. ഇവിടെ എന്താവോ? അവിടെ ഒരു വ്യൂ പോയിന്റ്, നോർമൽ പ്ലസ് സ്പോട്ട്.
അതെ, അന്ധകാലത്തെ ബാത്റൂം ഉണ്ടാവിച്ചോ, എന്താ ഗുഹ അത്? അന്ന് ടിഷ്യൂ ഉണ്ടാവില്ല, ഇല ഉണ്ടാവില്ല, പ്രായന്റെ അല്ല. നമ്മള് രാജ്ഞിയുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഇനി രാജ്ഞിയുടെ സിസ്റ്ററിന്റെ റൂമിലൊന്ന് കയറി നോക്കാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തോന്നുന്നു. കണ്ടോ നല്ലങ്ങനെ ഷോ പണി പാളൂ. രാജാവിന്റെ വൈഫിന്റെ സിസ്റ്ററിന്റെ ബെഡ്റൂമാന്ന് പറഞ്ഞേ. പണി കിട്ടാതിരുന്നാ മതി അല്ലേ? സീനോ ടകടകരക. ഓ ഇവിടെയൊക്കെ ബട്ടന്മാര് നിന്ന സ്ഥലമായിട്ട്. അടിമക്കണ്ണ് കണ്ട അവിടെ നല്ല വ്യൂ ആ. കോട്ടയിൽ ആരും കയറണമെങ്കിലേ ബട്ടന്മാര് നിൽക്കുന്ന സ്ഥലമാണ്, അടിമക്കണ്ണുകളുടെ സ്ഥലമാണ്. പാവങ്ങൾ ഇഷ്ടാ. ഇത് ചിലപ്പോ അതേ കളിഞ്ഞാവും. വിശാലമായ ബാത്റൂം, അതിനുള്ളിൽ ഞാൻ കയറണില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ അപ്പിട്ട സ്ഥലല്ലേ. അമ്മേ ചൽ ചലേ ചലേ ചലോ ചലേ ചലോ. ഇത് ഒരുപാട് നടന്ന് കാണാൻ കേട്ടോ. വലിയൊരു കോട്ടയാണ് ശിവജിയുടെ. പക്ഷെ എൻ്റെ അറിവില് ശിവജിക്ക് ഒരു കോട്ട മാത്രമല്ല, ഇനിയും പല സ്ഥലങ്ങളിലും വേറെ കോട്ടകളുണ്ട്. അതാണ് നമ്മൾ ഈ മ്യൂസിയത്തിൽ കണ്ടത്. ഓക്കെ, മുമ്പ് ഒരു കവാടവാതിലേക്ക് അങ്ങറ്റത്തൊക്കെ ആൾക്കാരുണ്ടോ. നമുക്കൊരു കവാടവാതിൽ നേരെ ഇറങ്ങി പോവാം. നമ്മൾ കോട്ടയുടെ മെയിൻ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇവിടേക്ക് കുറേ കൺസ്ട്രക്ഷൻസ് ഫെയിലായി കിടക്കുന്നുണ്ട്. പണ്ടത്തെ യൂസിൻ്റെ എപ്പോഴും നിലവിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയാണ് ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം. ഛത്രപതി ശിവജി മഹാരാജാവ് കീ നീണാർ വാഴട്ടെ. നോക്കി ഈ സ്പോട്ടുകൾ നോക്കി, ഇതാ സാധനമൊക്കെ നോക്കിയേ. പണ്ടത്തെ ബെഡന്മാർ നിൽക്കുന്ന സ്ഥലം ഏതൊക്കെ ഉള്ളില്ലേ. അവർക്ക് വേറെ വ്യൂ കാണിച്ചു തരാം. എന്നാ ബെഡന്മാർ ഏരിയ. ഇത് ബെഡന്മാർ തന്നെയാണ്. നല്ല മോനെ, ഇത് ബെഡന്മാർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഏരിയ ഒന്നുണ്ട്. കല്ലൊക്കെ ഇരിക്കണ നോക്കിയേ, കണ്ടോ അത് കൂട്ടായിരിക്കണേ. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം ഇറങ്ങാം. ഏത് ലൈനിലെ ബാത്റൂമിൽ ഇരിക്കണ നോക്കിയേ, ഏത് ഹൈറ്റിലാന്ന്. കള്ളി തന്നെയല്ല അന്ധകാലം. ഓ ഇതെന്ത് സാധനം കുഞ്ചോ? ബാത്റൂം ഇത് ഏത് വ്യൂവിൽ ഇരുന്നിട്ട് അമ്പോ സംഭവം കോളാ. എന്റെ മോനെ ഏതൊക്കെ അന്ധകാലത്ത് തന്നെ ഓൾ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ടാവും. ഇപ്പം ഇത് പെടച്ചറളേ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, എല്ലാം. ഏതൊക്കെ കള്ളിയില്ലേ ആ കാലത്ത്. സൂക്ഷിച്ച് കാണാനില്ലെങ്കിൽ താഴത്തേക്ക് എത്തിട്ടാ. ബട്ടന്മാർക്കുള്ള സ്ഥലമൊന്നുണ്ട്. ഓ ഇവിടുന്ന് ആരടപ്പ ചാടിയിട്ടൊക്കെ നടന്നു പോണേ. ഇനി നമ്മൾ കിടക്കാൻ പോണതാണ് ശരിക്കും ഗല്ലി ഗൈസ്. അതായത് രാജാവ് ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ മൊത്തം അസംബ്ലി ചെയ്യും. ആ ഒരു സ്കീമുള്ള സ്ഥലം. ഓക്കെ, ഇവിടെ എന്തൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ റിനോവേഷനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഛത്രപതി ശിവജി ജയ്. നമ്മളെ ഇന്ത്യ ഗേറ്റോ അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് ഇന്ത്യക്ക് പോലെ തോന്നണില്ലേ നിങ്ങൾക്ക്? അതേപോലെ ബെഡ് സാധനം ഉണ്ടോ ഇവിടെ. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്.
കോട്ട നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കോട്ടയില്ല കേട്ടോ. ബെഡാ കോട്ട എന്ന് പറഞ്ഞാൽ ബെഡാ കോട്ട. എല്ലാ സജ്ജീകരണങ്ങളും അന്ത കാലത്ത് ഒരുക്കിയിട്ടുള്ള ഒരു കോട്ട. താഴ്ത്തു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറുതാണല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ചെറുതല്ല കഴിച്ചു. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് ഇങ്ങനെ ഏക്കർ കണക്കിന്. അത് ഈ കോട്ടയുടെ ഭാഗമാണ്, അത് ഈ ഭാഗം, അത് കോട്ടയുടെ ഭാഗമാണ്. അങ്ങനെ കിടക്കണാണ് ഈ മലയുടെ ചുറ്റു ഭാഗങ്ങളിലും കിടക്കാണ്. അങ്ങറ്റധികമൊക്കെ ഉണ്ട്. ഇതൊക്കെ കോട്ടയുടെ ഭാഗമാണ് കഴിച്ചു. ശരിക്കും പറഞ്ഞ ഒരു രാജ്യം എന്നുള്ളൊരു സ്കീമിലാണ് ഈ ഒരു മല മൊത്തം നിൽക്കണേ. ദാറ്റ് മീൻസ് പണ്ടത്തെ അങ്ങനെയാണല്ലോ, ഒരു രാജാവിൻ്റെ അണ്ടറിലാണല്ലോ ആ ഒരു സ്ഥലം തന്നെ. ആ ഒരു സ്കീമാണ് ഇവിടെ മൊത്തം. ഏതൊക്കെ കളിയില്ലേ ആ കാലത്ത്? ശിവജി, ഛത്രപതി ശിവജി മഹാരാജാവ്. അപ്പൊ ഇതൊക്കെയാണ് കോട്ടയിലത്തെ കാഴ്ചകൾ. നിങ്ങളെ വ്യൂ ഒന്ന് കണ്ടോക്കിയേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ കോട്ടയുടെ വിശേഷങ്ങളെല്ലാം. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് റോപ്പേ വഴി തന്നെ ഇറങ്ങുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ജീവൻ പോയിട്ടാണ് ഇരിക്കുന്നത് ആക്ച്വലി ഗൈസ്. എനിക്ക് എത്ര ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാറുള്ള കാര്യം പറയാലോ. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ചിറങ്ങാണ്. ഓക്കെ, महाराज योगीराज श्रीमंत भोसले कुलदीपक छत्रपति श्री शिवाजी महाराज की जय। जय भवानी, जय भवानी, हर महादेव। ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പോയി ഗൈസ്, അല്ലെങ്കിൽ ഞാൻ നടന്നു പോയാണ്. ഓക്കെ, പേടിയാണ്. പൈസ കൊടുത്തതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ For how many days you are in Maharashtra? maximum 2-3 days maximum. Going to Mumbai. അയ്യോ, താഴത്തേക്ക് ഇങ്ങനെ ഉണ്ടോ പോണം ഇങ്ങനെ. മൈ ഗോഡ്, താഴത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് ഇത്രയും പേടി തോന്നണില്ല കേട്ടോ. പക്ഷെ മോളിക്ക് കയറി വരുമ്പോ കിട്ടിയ പേടി എന്റെ പൊന്ന് ഗൈസ്. സീരിയസ്ലി. കുഞ്ചുകുറോ വേറെ ലൈനിലിരിക്കുക. കുഞ്ചേ ഇവിടെ ഇല്ല, വേറെ ഒന്നും ചിന്തിച്ചിരിക്കുക. അതാണ് പേടിക്കാണ്ടിരിക്കണല്ലേ. അടിക്ക് നോക്കുമ്പോ അടിപൊളിയൊക്കെയാണ് ഗൈസ്. എല്ലാം വ്യൂ ഒക്കെയാണ്. ഈ സൗണ്ട് കേൾക്കണുണ്ടോ? ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് പേടി. ഹാർട്ട് ബീറ്റ് ഈസ് ടു ഹൈ. ബാക്കിലേക്ക് നോക്കുമ്പോഴേ പേടിയാവണേ. താഴത്തേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല. റിട്ടേൺ ടിക്കറ്റ് എടുത്തു പോയി, അല്ലെങ്കിൽ ഞാൻ നടന്നു തന്നെ. ഓ, താഴത്തേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് വേണം ചെയ്യാൻ. അറ്റാക്ക് വല്ലതും കത്തും. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കേറുമ്പോഴാണ് അറ്റാക്ക്. മറ്റേ गाण्याचा पण पहिलाच ट्रेक आहे. फक्त कासला काय फिरत असेल दोन्ही अनुभव यावा म्हणून तू सांगते ना तिकडून जाताना आणि येताना काय. सो आर यू स्टुडंट्स और എന്തെങ്കിലും ആവട്ടെ ഗൈസ്, നമ്മള് താഴത്തേക്ക് എത്തി. few seconds now we'll reach സേഫായി എത്തി ഗൈസ്. Bhavani station. ഇതൊക്കെയാണ് ശിവജി മഹാരാജാവിന്റെ കോട്ടയും റോപ്പ് വേടി കാഴ്ചകൾ. അയ്യോ, എന്തൊരാട്ടം. നമ്മളൊക്കെ ചാടുമ്പോ വണ്ടി കുരുങ്ങില്ലേ. അപ്പൊ അതൊക്കെയാണ് കാഴ്ചകള്. എയറിൽ നിന്നുകൊണ്ട് മോട്ടോറിലേക്ക് പറയുന്നു. അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.